and their answers. Special reason is this is my first Q&A video, guys. Then let's go. Guys, ഇതെൻ്റെ ആദ്യത്തെ Q&A വീഡിയോ ആണ്. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ നിന്നാണ് ഗായ്സ് ക്വസ്റ്റ്യൻസ് നോക്കി വായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഞാൻ കുറച്ച് 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അതിനെ ആൻസർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കുന്ന ടൈമിൽ കൊടുക്കാം കേട്ടോ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ പഠിക്കുന്നത് GVHSS കൽപ്പകഞ്ചേരിയാണ്. കൽപ്പകഞ്ചേരി ആട്ടോ ഞാൻ പഠിക്കുന്നത്. ദെൻ ഓൾഡ് സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ എല്ലാവരും വെച്ച്, അതായത് എനിക്ക് എല്ലാവരും വെച്ച് ഭയങ്കര കമ്പനി ആവാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. കുറേ ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക്. ഞാൻ എല്ലാവരും വെച്ചും കമ്പനി ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കുറച്ച് ഫേവറേറ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയല്ല, ബട്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദെൻ ഇപ്പോഴത്തെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വെച്ച് നമ്മൾ കമ്പനി ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയല്ല, എല്ലാവരും വെച്ചും കമ്പനിയായി വരുന്നുള്ളൂ. കാരണം നമ്മൾ പുതിയ സ്കൂളല്ലേ. ഓക്കെ, ഫ്രണ്ട്സൊക്കെ ആയി, ബട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾഡ് ചൈൽഡ്ഹുഡ് മെമ്മറി. ഈ ക്വസ്റ്റ്യൻ വേറെയും ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. സോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറയാം, കാരണം രണ്ടും സെയിം ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് ഒരു വെറൈറ്റി തിങ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് യുവർ അംബിഷൻ, വാട്ട് ഈസ് ദി റീസൺ ഓഫ് ഇറ്റ്. യെസ് ഗൈസ്, എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവാനാണ് ഇഷ്ടം. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിപ്പോൾ പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എൻ്റെ ഈ ഒരു ഗോൾ, അതായത് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഈ ഒരു ഗോൾ നടന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുമല്ലോ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആയി എന്നുള്ളത്. ആ ഒരു ടൈമിൽ എനിക്കിതിൻ്റെ റീസൺ പറയണം എന്നാണ് ആഗ്രഹം. അത് ഞാൻ കുറേ നാളായിട്ട് തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സോ ആ ഒരു ടൈമിൽ, അതായത് കുറച്ച് വർഷങ്ങൾ എടുക്കും, ബട്ട് ആ ഒരു ടൈമിൽ നമുക്ക് പറയാം ഗൈസ്. അപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റ് ആവാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഹ്യൂമാനിറ്റീസിൽ സൈക്കോളജിയാണ് എടുത്തിട്ടുള്ളത്, നോർമൽ ഹ്യൂമാനിറ്റീസ് അല്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരാണ്. അതായത് എൻ്റെ പപ്പ, എൻ്റെ മമ്മ ആൻഡ് മീ. ദെൻ ഐ എം എ സെൽഫ് ലവ് ഗൈസ്. യെസ് ഗൈസ്, സെൽഫ് ലവ് ഈസ് ദി ബെസ്റ്റ് ലവ്. ഓക്കെ, അതായത് ഈ 3 പേരാണ് എനിക്കിഷ്ടം. അതായത് ഈ 3 പേരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസ് ആണ്. ഓക്കെ, ദെൻ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ്? കാണിച്ചു തരാം ഗൈസ്. മെസ്സി ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ഈസ് മെസ്സി. യാ ഗൈസ്, നമ്മൾ അർജൻറ്റീന ഫെയിലായി. വിഷമമുണ്ടടാ, ഫെയിലായതിലല്ലേ വിഷമം. ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഗോൾഡൻ ബൂട്ട് എന്തായാലും കിട്ടില്ല, ബട്ട് ഗോൾഡൻ ബോളെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതും ഉണ്ടായില്ല. പിന്നെ മെസ്സിയുടെ വിഷമം കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞു ഗൈസ്. സാറില്ലടാ, നമ്മൾ ഒരു തവണ ജയിച്ചതല്ലേ. നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി മെമ്പേഴ്സ് നെയിം. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ശിഖ ക്രാഫ്റ്റ് ഐഡിയാസിലെ ശിഖ. ദെൻ ശിഖ സുരേഷ് എന്നാണ് ഫുൾ നെയിം. എൻ്റെ പപ്പയുടെ പേരാണ് സുരേഷ്. ദെൻ മമ്മയുടെ പേര് ചിത്ര. ഞങ്ങളൊരു സ്മാൾ ഫാമിലിയാണ് ഗൈസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്, ന്യൂ ഫ്രണ്ട്സൊക്കെ ആയോ. പുതിയ സ്കൂൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അറ്റ്മോസ്ഫിയർ ആയിട്ട് സെറ്റായി വരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫേവറേറ്റ് കളർ ഗ്രീൻ ഗൈസ്. ഫേവറേറ്റ് ഫുഡ് ഓൾവേസ് ബിരിയാണി. ബെസ്റ്റ് ഫ്രണ്ട് നെയിം ആൻഡ് ടോക്ക് അബൌട്ട് ദം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതായത് ഈ മൊത്തം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. അവളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതെ, അവളുടെ പേരാണ് ദേവനന്ദ. നന്ദു എന്ന് വിളിക്കും. വീഡിയോസിൽ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കുറച്ചധികം നാളായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവളെ അറിയായിരിക്കും. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെ ആയി എന്നുള്ളത്, അതായത് അവളെക്കുറിച്ച് തന്നെ അവൾ തന്നെ പറയാൻ. യെസ് ഗൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണ് എൻ്റെ ഫസ്റ്റ് സ്കൂൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഫ്രണ്ടാണ് അവൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ സ്പെഷ്യലാണ്. ആ ഒരു ഇയർ തൊട്ടിട്ട് ഇപ്പോൾ ഒരു 12ാമത്തെ വർഷമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ദെൻ എന്താ പറയുക, ഷീ ഈസ് വെരി ജെന്യൂൻ, ഹോണസ്റ്റ്, സപ്പോർട്ടീവ് ആൻഡ് ഷീ ഈസ്
ഈസ് എ ഗുഡ് ഗേൾ. ലൈക്ക് അതാണ് ഗൈസ് അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ. ദെൻ സ്കൂൾ നെയിം ഞാൻ പറഞ്ഞു. ഫേവറേറ്റ് ടീച്ചർ ചോദിച്ചിട്ടുണ്ട്, റിസ്വാന മിസ്സാണ്. മിസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എൻ്റെ 10th കെമിസ്ട്രിക്കും ഫിസിക്സിനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ടീച്ചർ എങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതായത് വേറെ ആരും സപ്പോർട്ടീവ് അല്ലാന്നല്ല, ഒരുപാട് ടീച്ചേഴ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ലൈക്ക് സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതുപോലെ തന്നെ എന്തോ ഓപ്പണായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഒരു ബോർഡറൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് സിസ്റ്റർ വൈബായിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് മിസ്സാണ് എൻ്റെ ഫേവറേറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എല്ലാ കാര്യവും ഓപ്പണായി പറയുന്ന ആൾ. ഞാൻ എല്ലാ കാര്യവും ഓപ്പണായി പറയുന്ന ആളാണ് എന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ മമ്മേനോടാണ് എല്ലാതും പറയാറ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സിബ്ലിംഗ് വിത്ത് നോ ബ്ലഡ് റിലേഷൻ. യെസ് ഗൈസ്, സിബ്ലിംഗ് വിത്ത് നോ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺ സിബ്ലിങ്സ് ഇല്ല. സോ എനിക്ക് കുറേ സിബ്ലിങ്സ് ഉണ്ട്. അതായത് ബ്ലഡ് റിലേഷൻ അല്ലാതെ കുറേ സിബ്ലിങ്സ് ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല, അതായത് കസിൻസൊക്കെ ആയിട്ട്. സോ അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ എനിക്ക് എന്നോട് കുറച്ച് ക്ലോസ് ആൻഡ് എന്നോട് ഭയങ്കര, അതായത് ഒരു ഓൺ സിബ്ലിംഗ് ആണ് എന്നുള്ള ഫീലിംഗ് എനിക്കുള്ളത് കുറച്ച് പേരാണ്. അതായത് എൻ്റെ ട്വിൻ ബേബീസിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഉണ്ണി മീൻസ് എൻ്റെ മാമൻ്റെ മോളാണ്. ഷീസ് മൈ ഫസ്റ്റ് സിസ്റ്റർ ഗൈസ്. എൻ്റെ ആദ്യത്തെ അനിയത്തിയാണ് അവൾ. ദെൻ അതുകൊണ്ട് തന്നെ അവൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എല്ലാവരെക്കാട്ടിലും. പിന്നെ അവളുടെ അനിയത്തി ഹനി, അതായത് നമ്മുടെ ലിറ്റിൽ വൺ, നമ്മുടെ ഇപ്പോഴത്തെ ഫാമിലിയിൽ നമ്മുടെ ഫാമിലിക്ക് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ലിറ്റിൽ വൺ ആണ് അവൾ. ദെൻ അവളുടെ ബർത്ത്ഡേ ആവാനായിട്ടോ. ദെൻ പിന്നെ ആരാ, വർണ്ണീച്ചി, നന്ദുവേട്ടൻ, അമ്മുച്ചേച്ചി ആൻഡ് മീനൂട്ടി, ഇവരൊക്കെ എൻ്റെ കസിൻസാണ്. കുറച്ച് ഓൺ സിബ്ലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതായത് എനിക്ക് സ്വന്തം ചേട്ടൻ ചേച്ചി അങ്ങനത്തെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ മോസ്റ്റ് വിവിഡ് ചൈൽഡ്ഹുഡ് മെമ്മറി, അതാണ്. അതായത് മറ്റേ ക്വസ്റ്റ്യൻ, അതായത് ആദ്യം ചോദിച്ചത് ഓൾഡ് ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരുന്നു. അതായത് പണ്ടത്തെ, അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറി പറയാനും, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് മറക്കാനാവാത്തൊരു മെമ്മറി. അതായത് രണ്ടും ഏകദേശം ഒരേതാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. അതാണ് ഞാൻ ഒപ്പം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെമ്മറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഒരു മെമ്മറി മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ഒരു മെമ്മറിയാണ് ഗൈസ്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അതായത് ഞാൻ പണ്ട് 4th വരെ ഞാൻ റെൻറ്റിനായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 4th നിന്നാണ് ഞാൻ ന്യൂ ഹോം ഉണ്ടാക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് വരുന്നത്. 4th വരെ നമ്മൾ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റൊക്കെ നമുക്ക് റൂമുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും നെയ്ബേഴ്സിനൊക്കെ കമ്പനി ആവും. അപ്പം ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അതായത് അവൻ്റെ പേര് പവി എന്നാണ്. സോ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ഞങ്ങൾ ഒരേ സ്കൂളിലായിരുന്നു. എന്നെക്കാളും ഒരു വയസ്സ് അവൻ മൂത്തതാണ്. അതായത് ഇപ്പോൾ ഞാൻ +1 അവൻ ഇപ്പോൾ +2 അങ്ങനെ ഞങ്ങൾ സെയിം സ്കൂളിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകും ഓട്ടോറിക്ഷയിലായിരുന്നു. വേറെയും കുറേ കുട്ടികളുണ്ടാവും, ഇവനും ഉണ്ടാവും. സോ ഞങ്ങൾ രണ്ടാളും ഓൾറെഡി നെയ്ബേഴ്സ് ആണല്ലോ, തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കമ്പനിയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്ന ടൈമിലൊക്കെ കമ്പനിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ കമ്പനിയായിരുന്നു. അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവനായിരുന്നു. അവനും തിരിച്ച് അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞങ്ങൾ അങ്ങനെ കമ്പനിയായിരുന്നു. ദെൻ വൺ ഡേ ഞങ്ങൾ രണ്ടാളും കൂടി കളിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു അങ്കിളിൻ്റെ ഒരു ബൈക്ക് ഉണ്ട്. ഓക്കെ, നമ്മുടെ നെയ്ബർ തന്നെയാണ്, അതായത് വേറെ റൂമത്തെ ഒരു അങ്കിള്. ആ അങ്കിളിൻ്റെ ഒരു ബൈക്ക് ഉണ്ട്. ഞാൻ അവനും കൂടി കളിച്ചിട്ട് ആ ബൈക്കുമ്പോൾ കയറിയിരുന്നു. വെറുതെ നമ്മൾ ഈ പണ്ടൊക്കെ ബൈക്കിൽ കയറിയിട്ട് നമ്മൾ ഈ ബൈക്ക് ഓടിക്കുന്ന പോലത്തെ കളി കളിക്കൂലേ, സംഭവം അതാണ്. പക്ഷേ അതിന്ന് നമ്മൾ സ്ലിപ്പായി നിലത്ത് വീണു. എന്നിട്ട് ആ ഒരു വണ്ടിയുടെ മിറർ പൊട്ടി ഗൈസ്. ഞാനും അവനും കൂടി പേടിച്ചിട്ട്, അതായത് അവൻ്റെ ഇവിടെയാണ് അവൻ്റെ റൂമിൽ നിന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിലാണ് ആ അങ്കിളിൻ്റെ വീട് അവിടെയാണ്. സോ അപ്പോൾ അവൻ്റെ റൂമാണ് എടുത്തുള്ളത്. അപ്പം ഞങ്ങൾ ഈ മിറർ പൊട്ടി അല്ലെങ്കിൽ വണ്ടി വീണു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നേരെ അവൻ്റെ റൂമോ കയറിപ്പോയി, അതായത് അവൻ്റെ വീട്ടിൽ കയറിപ്പോയി. എന്നിട്ട് ബാക്കി എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത കേട്ടു തോന്നണോ, എനിക്ക് ഇതുവരെ ഓർമ്മയുള്ളൂ. കാരണം കുറച്ചായല്ലോ, ഞാൻ എന്തോ 1 2 അങ്ങനെ എന്തോ ആണ്. സോ എനിക്കിപ്പോൾ ഓർമ്മയില്ല ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്.
സോ അവൻ എൻ്റെ ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എനിക്ക് ഇപ്പം ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ 4 പോകുന്നതിന് ശേഷം, ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം, ന്യൂ ഹോമിലേക്ക് വന്നതിന് ശേഷം അവനിച്ചൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ നാട്ടിലേക്ക് പോയി. അവൻ്റെ നാട് തിരുവനന്തപുരമാണ്. അവൻ അങ്ങോട്ട് പോയി. പിന്നെ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. എനിക്ക് എന്തെങ്കിലും അവരെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമായിരിക്കും. ഞാൻ ഈ വീഡിയോ കാണുമോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അവനെനിക്ക് കാണുന്നുണ്ട്. പവി എന്നാണ് വിളിക്കുക. അവൻ്റെ ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല. പവി എന്നാണ് എപ്പോഴും വിളിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ നെയിം ഓർമ്മയില്ല. പവി അതന്നെ. ഇതാണ് എൻ്റെ മോസ്റ്റ് വിവിഡ് ചൈൽഡ്ഹുഡ് മെമ്മറി. ദെൻ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു 10 minutes ആയിട്ടുണ്ട്, അല്ല 10 minutes കഴിഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.